കഴിഞ്ഞ പോലെ ഇത് കഴുകി പെറുക്കി വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് കേൾക്കൂല. പോവാൻ സമയമായോ? ആ പോവാൻ നോക്കുമായിരുന്നു. നീ തിരക്കിലാണോ? ഏയ് മോഹനേട്ടൻ കയറിയിരിക്കും. ആൻസി, ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് നിനക്ക് മറ്റൊന്നും തോന്നരുത്. എൻ്റെ നിവൃത്തികൾ കൊണ്ടാണ്. എന്താ മോഹനേട്ടാ, എന്താ കാര്യം പറയേ? അത് പിന്നെ വേറൊന്നുമല്ല, ഞാനിപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഞാൻ ഈ വീട് വിൽക്കുക. ഇത് മാത്രമല്ല, ഞങ്ങൾ താമസിക്കുന്ന വീടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീടൊന്ന് ഒഴിവാക്കി തരണം. കഴിയുമെങ്കിൽ ഈ ആഴ്ച തന്നെ. എന്താ മോഹനേട്ടാ ഈ പറയുന്നത്? ഒരാഴ്ച കൊണ്ട് വീട് ഒഴിവാകാനോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്. ഇതെന്താ ചോദിക്കാനും പറയാനും എനിക്ക് ആരും ഇല്ലാത്തത് കൊണ്ടാണോ എന്നെയും മക്കളെയും പെരുവഴിയിലേക്ക് ഇറക്കി വിടാന്ന് വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എൻ്റെ കാൽക്കീഴിലെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി. എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. നിന്നെയും കുട്ടികളെയും പെരുവഴിയിലാക്കാനോ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ ഒന്നും വന്നതല്ല ഞാൻ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരാഴ്ച കൊണ്ടൊന്നും വീട് മാറാൻ പറ്റില്ല. ഞാൻ വീട്ടുവാടക കൃത്യമായിട്ട് തരുന്നില്ലേ? എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായിട്ടൊരു വീട് കിട്ടട്ടെ. അതുവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കും. പിന്നെ എനിക്ക് പോകാൻ നേരമായി. എവിടെ നോക്കിട്ടാ നടക്കുന്നത്? സോറി, ഞാൻ പെട്ടെന്ന് സോറി. ഒന്ന് നിന്നേ. ആ മുഖം ഒന്ന് തിരിച്ചേ. ആൻസി അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ സേവ്യർ, ഹരിയുടെ ഫ്രണ്ടായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് തവണ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്തോ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇപ്പം വർഷം കുറേ ആയില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇവിടെയാണ്. കുട്ടികളോ? കുട്ടികൾ ഇവിടുത്തെ സ്കൂളിലാണ്. കുറേ ആയിട്ടൊരു വിവരമില്ലല്ലോ. ഞാൻ കരുതി വർഷമായിട്ടും ജാക്ക് മാഷിൻ്റെ മനസ്സ് മാറിയില്ല അല്ലേ? ഹരി പോയിട്ട് തന്നെ വർഷം ഇപ്പം എത്രയായില്ലേ? ഞാനിതുവരെ അവരാരെയും കാണാൻ ശ്രമിച്ചിട്ടില്ല. അവരെന്നെ. ഇപ്പോൾ നീ എന്ത് ചെയ്യുന്നു? സ്ഥിരമായി അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു ആയുർവേദ കമ്പനിയുടെ പ്രൊഡക്റ്റുമായി വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണോ? ഇതൊന്നുമില്ല. വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായൊരു കമ്മീഷൻ, അത്രേ ഉള്ളൂ. സേവ്യർ എന്താ ഇവിടെ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ. ഞാനാണ് അതിൻ്റെ നടത്തിപ്പും ഇടപാടും എല്ലാം. ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ടൗണിൽ പോകണം. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ കാണാം. 14-ാമത്തെ വയസ്സിൽ ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങിയതാ. അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല. ഫോറസ്റ്റ് പണിക്ക് പോയ അരിയും പയറും എണ്ണ ഇതൊക്കെയാണ് കിട്ടുക. രാവിലെ മല കയറിയ തിരിച്ച് വീടെത്തുമ്പോൾ രാത്രിയാവും. പിന്നെ കുറേ കാലം മാത്തൻചേട്ടൻ്റെ കൂടെ കുടകിൽ ഇഞ്ചിപ്പണി. മൂപ്പര കണക്കനും കാര്യസ്ഥനും ഒക്കെ ആയി കുറേ വർഷം അവിടെ തന്നെ നിന്നു. പിന്നെ കുറേശ്ശെ സ്വന്തമായി ചെയ്തു തുടങ്ങി. റിയാസേ, ഒരു ചെറുതൊഴിക്കട്ടെ? വേണ്ട, ഒഴിക്കണ്ട. അങ്ങനെ ആദ്യമായി വാങ്ങിയ 13 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ആൻസി താമസിക്കുന്നത്. ഞാനും നിർമ്മലയും ജീവിതം ആരംഭിക്കുന്നത് അവിടെ ഒരു ചെറിയ വീട് വെച്ചിട്ടാണ്. പിന്നീടാണ് ഇപ്പോൾ കാണുന്ന കോലത്തിലേക്ക് എത്തിച്ചത്. ഈ വീട് സ്ഥലമൊക്കെ അതിന് ശേഷം ഉണ്ടായതാണ്. അതിലൊരു ചില്ലിക്കാശും ഞാൻ ആരെയും പറ്റിച്ചുണ്ടാക്കിയതല്ല. എല്ലാം ഞാൻ അധ്വാനം ഉണ്ടാക്കിയതാണ്. എനിക്കറിയാവുന്നല്ലേ. ഇപ്പൊ ഇങ്ങനെ തകർന്നു പോകാൻ മാത്രം എന്താ പ്രശ്നം ഉണ്ടായേ? ഒരു വർഷം കൃഷി പൊട്ടിയാലും പിറ്റത്തെ വർഷം അതിൻ്റെ ഇരട്ടിയായി കിട്ടും. അതാ അനുഭവം. പക്ഷേ അടുപ്പിച്ച് 2 വർഷം വിലയങ്ങ് പൊട്ടി. അതിൻ്റെ ഇടയ്ക്ക് മോളുടെ കല്യാണം. അതിനും നല്ലൊരു തുക കടന്നു. അന്ന് 23 ഏക്കർ ഇഞ്ചി പറിക്കാൻ കിടക്കുക. അതായിരുന്നു ധൈര്യം. പക്ഷേ കടം വീട്ടാൻ പോയിട്ട് പണിക്കൂലി പോലും കിട്ടിയില്ല. മുഴുവൻ പോയി. ഇനിയിപ്പോൾ ആ വീട് മാത്രമേ ബാക്കിയുള്ളൂ.
ബാക്കിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് തികഞ്ഞില്ലെങ്കിൽ ബാങ്ക് അതും ടച്ച് ചെയ്യും. അതും ഇതും കൂടെ ഒന്നിച്ച് വെക്കാൻ പറ്റിയ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കും. ഈ കാര്യങ്ങളൊക്കെ നിർമ്മല ചേച്ചിക്ക് അറിയാൻ പറ്റുമോ? കടമുണ്ടെന്നുള്ള കാര്യമൊക്കെ അവൾക്കും അറിയാം. പക്ഷേ ഇങ്ങനത്തെ സ്റ്റേജിലാണെന്നുള്ള കാര്യം അവൾക്കും അറിയില്ല. ഇപ്പോഴാണെങ്കിൽ 2 വീടിനും കൂടെ ഒരു ടീം എത്തിയിട്ടുണ്ട്. അത് നടന്നു കിട്ടിയ തൽക്കാലം പിടിച്ചു നിൽക്കാം. അതുകൊണ്ടാണ് ഞാൻ അവരോട് ആ വീട് ഒഴിവായി തരണമെന്ന് പറഞ്ഞത്. ഒരു പെണ്ണിനെ 2 പിള്ളേരെ ഇറക്കി വിടാനാണ് പണി. അത് എനിക്ക് വിട്ടേ. 24 മണിക്കൂറിനകം ഞാൻ അവരെ ഒഴിവാക്കി തരാം. എൻ്റെ ജെയിംസേ, അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെ ഒരു മഹാഭാവം നമുക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊരു നല്ല വാടക വീട് നോക്കിക്കൂടെ? അതാ നല്ലത്. പക്ഷേ ഇത്രയും സൗകര്യത്തോടുകൂടി ഒരു നല്ല വീട്ടിൽ താമസിച്ചിട്ട് ഒരു വാടക വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. ഒരു മരച്ചോട്ടിലാണേലും ഞാൻ കിടക്കും. പക്ഷേ നിർമ്മല, നിങ്ങൾക്ക് കുറച്ചുനാൾ മോളുടെ കൂടി പോയി നിന്നൂടെ? അതൊന്നും ശരിയാവില്ല. അവിടെ അവൻ്റെ അച്ഛനും അമ്മയും മൂത്തച്ഛനും മൂത്തശ്ശിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളും കൂടി അതൊന്നും ശരിയാവില്ല. ഈ ആൻസി അങ്ങനെ മോനെ എൻ്റെ അടുത്തേക്ക് വന്നു. അവർക്ക് വേറെ എന്താ ബന്ധുക്കളോ കുടുംബക്കാരോ ഒന്നും ഇല്ലേ? വീടും ബന്ധുക്കളും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം അവൾക്കാരുമില്ല. അതെന്താ? വളരെ പേരും പെരുമയൊക്കെയുള്ള ഒരു ജയിക്കപ്പാഷിൻ്റെ മോളവൾ. ഒരു സുപ്രഭാതത്തിൽ ഒരു ഹരിനാരായണൻ്റെ കയ്യും പിടിച്ചിറങ്ങിപ്പോന്ന പിന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നിട്ട് ഈ ഹരിനാരായണൻ അവിടെ പോയി? അവൻ ഒരു നല്ല പാട്ടുകാരനായിരുന്നു. ഒരു ഉത്സവത്തിന് ഗാനമേളയ്ക്ക് പാടാൻ പോയതാ. അവൻ പാടുമ്പോൾ മാത്രം കാണിയെ കടയെ എന്തോ ഒരു കൽപ്പിച്ച. അവൻ്റെ ആരാധകര് അത് ചോദ്യം ചെയ്തു. അത് അടിപിടിയായി. എന്നിട്ടോ? കമ്മിറ്റിക്കാരൊക്കെ ഇടപെട്ട് അവനെ അവൻ്റെ ബൈക്കിൽ കയറ്റി വിട്ടു. അതിനുശേഷം അവനെ പിന്നെ ആരും കണ്ടിട്ടില്ല. പിന്നീട് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവൻ്റെ ബൈക്ക് അവിടെ ഒരു ഇരുമ്പ് പാലത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടി. ആൻസിയുടെ അപ്പനും ആളുകളൊക്കെ ചേർന്ന് തീർത്താന്നൊക്കെയാ ആളുകൾ പറയുന്നത്. ഒന്നിനും തെളിവില്ല കേട്ടോ. കേസിനും കൂട്ടത്തിനൊന്നും അതിൻ്റെ പുറകെ നടക്കും അവൻ്റെ ആൾക്കാർക്കൊട്ടും താല്പര്യവും ഇല്ല. എന്നിട്ടോ? ആൻസിക്ക് പിന്നീട് നാട്ടിലൊന്നും നിൽക്കാൻ പറ്റാതായി. ആ പാവം പിന്നെ എവിടെയൊക്കെയോ വാടകയ്ക്ക് താമസിച്ചു. ഒടുവിൽ ഇവിടെ എത്തി. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരവസ്ഥയിൽ വേറെ എന്ത് ചെയ്യും? അഥവാ ഇനിയിപ്പം കച്ചവടമൊന്നും നടന്നില്ലെങ്കിൽ മുഴുവനൊക്കെ ഒന്നിച്ചടക്കേണ്ടി വരില്ലേ? പലിശയെങ്കിലും അടച്ചാൽ കുറച്ചുകൂടി സാവകാശം കിട്ടിയേക്കും. ശ്രമിച്ചു നോക്കാന്നേ. മോഹനേട്ടാ, നിങ്ങൾ പേടിക്കണ്ട. അവർക്കൊരു നല്ല വീട് കണ്ടെത്തിയാൽ പോരെ. എന്നിട്ട് 2 വീടും കൂടെ വിൽക്കാം. ഉള്ളത് മുഴുവൻ വിറ്റ് കടം വീട്ടണം. അല്ലാതെ ഈ വീട് ജപ്തിയായിട്ടും തീരാത്ത കടങ്ങളുമായി ആ വീട്ടിൽ കഴിയുന്നതിലും നല്ലത്. ഹലോ, അതെ, നിങ്ങൾ എപ്പോഴാണ് വന്ന് നോക്കുക? മോഹനേട്ടാ, ഇന്നലെ ഞാൻ മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ? അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ അല്ല മോഹനേട്ടാ, പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ഞാൻ മാറിത്തരാം എത്രയും പെട്ടെന്ന്. വീട് നോക്കാൻ 1-2 പേരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചധികം സാമ്പത്തിക ബാധ്യതയുണ്ട്. അതുകൂടി ചേർത്ത് വിറ്റാലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതാ ഞാൻ. അല്ല ആൻസി, നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? അതൊന്നും നടക്കില്ല മോഹനേട്ടാ. എത്ര നാളാന്ന് വെച്ചാ ഇങ്ങനെ വാടക വീട്ടിൽ കഴിയുക? കുട്ടികളും വളർന്നു വരുമല്ലേ, അവരുടെ കാര്യങ്ങളും നോക്കണ്ടേ? അമ്മയ്ക്ക് പോലും ഞാൻ നന്ദിയ. പപ്പയുടെയും ചേട്ടായുടെയും കാര്യം പിന്നെ പറയാൻ വേണ്ട. അങ്ങനെയുള്ളിടത്തേക്ക് ഞാൻ ഇല്ല, പെട്ടെന്നെടുത്തോളം ഓടും. പിന്നെ ഒട്ടും മുന്നോട്ട് പോകാനാവില്ല എന്ന് വന്നാൽ അത് കേട്ടില്ല. ആൻസി, ഇന്നത്തെ ബിസിനസ് ഒക്കെ കഴിഞ്ഞോ? ഓ കഴിഞ്ഞു. ഇതൊരു നാട്ടിലേക്കൊന്നും പോയില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ പ്രോപ്പർട്ടിയിലെ 4 വില്ലകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പോയാലും ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ എന്തുണ്ട് വിശേഷം?
ഓ എനിക്കെന്ത് വിശേഷം, അങ്ങനെ പോകുന്നു. അതുകൊണ്ടൊക്കെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഉള്ള വരുമാനമൊക്കെ ഇതിൽ നിന്ന് കിട്ടുമോ? കിട്ടുമോയെന്ന് വെച്ചാൽ കിട്ടുന്നതുകൊണ്ട് ജീവിക്കും. പിന്നെ അലഞ്ഞു നടക്കാതെ മറ്റെന്തെങ്കിലും ജോലി നോക്കിക്കൂടായിരുന്നോ? മറ്റു ജോലി എന്ന് പറയുമ്പോൾ സർക്കാർ ജോലിയൊന്നും എനിക്ക് എന്തായാലും കിട്ടില്ലല്ലോ. പിന്നെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ പണിയുണ്ടായിരുന്നു. അത്യാവശ്യം ശമ്പളം ഉണ്ടായിരുന്നതാ. പക്ഷേ അവരുടെ സമയം എൻ്റെ സമയം ശരിയാവില്ല. എന്താ സമയം ദോഷമാണോ? എനിക്കോ, ഈ സമയദോഷമല്ലേ ഉള്ളൂ. അതല്ല, ഷോപ്പിലാവുമ്പോൾ വൈകുന്നേരം ചുരുങ്ങിയത് 7 മണി വരെയെങ്കിലും നിൽക്കണം. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾ തനിച്ചാവില്ലേ. അതുകൊണ്ട് ഞാൻ ആ പണി വിട്ടു. ഇതാകുമ്പോൾ എങ്ങനെ പോയാലും അവർ വരുമ്പോഴത്തേനും എനിക്ക് വീട്ടിലെത്താം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, സമയം കുഴപ്പമില്ലാത്ത എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കട്ടെ. പിന്നെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് മറ്റൊരു സഹായം ചെയ്തു തരാമോ? എന്താ പറഞ്ഞോളൂ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും ചെയ്യാം. എനിക്കൊരു വീട് സംഘടിപ്പിച്ച് തരാമോ? വീടോ? അപ്പം താമസിക്കുന്നതിന് എന്താ കുഴപ്പം? അത് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന്. അതെന്താ പെട്ടെന്ന് അങ്ങനെ പറയാൻ? അവരത് വെക്കാൻ പോവാന്ന്. കഴിയുമെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് മാറി കൊടുക്കാനോ? അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അതിനൊക്കെ അതിൻ്റെതായ നിയമങ്ങളൊക്കെ ഇല്ലേ? അല്ലെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടാതെ എങ്ങനെ മാറുക? ആരാ അത്? ഞാൻ ചോദിക്കാലോ? ചോദിക്കാനൊന്നും പോണ്ട. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു ഹൗസ് ഓണർ. ഇവന്മാരെയൊക്കെ ഒന്നും ഞെട്ടിച്ചില്ലെങ്കിലും ഭരിക്കാൻ വരും. ഇയാളൊരു സാധുവാ. എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അഡ്വാൻസ് പോലും വാങ്ങാതെയോ ഈ വീട് തന്ന്. എന്തോ വല്ലാത്ത പ്രശ്നത്തിൽ കുടുങ്ങിയത് കൊണ്ടാണ് ഒഴിവായി തരാമോ എന്ന് ചോദിച്ചത്. എന്തവസ്ഥപ്പെട്ടാലും വടക്കാരന് ഒഴിഞ്ഞു തരാൻ പറയുന്നതിൻ്റെ മര്യാദയില്ലേ? അത് നോക്കണ്ട, സൗകര്യത്തിന് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മാറിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വില്ലയുടെ പണി കഴിഞ്ഞായിരുന്നെങ്കിൽ അങ്ങോട്ട് മാറായിരുന്നു. ആരും ഇറങ്ങാനും പറയലായിരുന്നു. അതുവരെ വേറെ ഏതെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എൻ്റെ നമ്പർ താ, ഞാൻ വിളിക്കാം. 9447821306. ഹലോ, ഞാനാണ് സേവ്യർ. എന്തായിരുന്നു? ഞാൻ 1-2 വീടുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴാ ഒന്ന് പോയി നോക്കാൻ സമയം ഉണ്ടാവുക? എവിടെയാ? ഇവിടെ അടുത്താണോ? തൊട്ടടുത്തല്ല, എന്നാലും ഒരുപാട് ദൂരെയല്ല. ഞാൻ നാളെ വിളിച്ചാൽ മതിയോ? അത് മതി. പിന്നെ നീന പറഞ്ഞത് നിങ്ങളെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊള്ളാനാ. ലീനയോ? എൻ്റെ വൈഫ്. അപ്പോൾ എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞോ? ഹരിയെ അവൾക്കും അറിയാം. ഞങ്ങൾ അങ്ങനെയാ, എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതെന്തായാലും നല്ല കാര്യം തന്നെ. ആൻസിയും കുട്ടികളും ഇങ്ങോട്ട് വന്നാൽ ഇവൾക്കും മോൾക്കും ഒരു കൂട്ടായിരിക്കും എന്ന് പറഞ്ഞു. നല്ല മനസ്സിനൊരു താങ്ക്സ് പറഞ്ഞേക്ക്. തൽക്കാലം ഇങ്ങോട്ടൊന്നുമില്ല. ഞാൻ അവളോട് പറഞ്ഞു ഹരിയുടെ നാട്ടിലോട്ട് നാൻസിക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന്. സമയം നോക്കി വിളിച്ചാൽ മതി, നമുക്ക് പോയി നോക്കാം. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം. ഞാൻ ഇത്തിരി ലേറ്റായല്ലേ? അരമണിക്കൂർ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. നേരം വെളുത്ത ഓരോ തിരക്ക്. അല്ല, ലീനയും കൂട്ടി കാറിൽ വരാന്ന് പറഞ്ഞിട്ട്? അങ്ങനെയാ പറഞ്ഞിരുന്നത്. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു പനിക്കോള് പോലെ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? അത്രയ്ക്കൊന്നും ഇല്ലെന്ന്. ഒരു പാരസെറ്റമോൾ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്താൽ കുറയാമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിലങ്ങ് പോയാൽ പോരെ? ഇതിലോ? പേടിയുണ്ടോ? ഒരിത്തിരി. ഈ മരുന്ന് വിൽപ്പന കൂടാതെ ചികിത്സയും നടത്തുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരുമാതിരി എണ്ണയുടെയും കുഴമ്പിൻ്റെയൊക്കെ ഒരു മണം. അത് പിന്നെ തിരക്കിട്ട് എടുത്തു വെച്ചപ്പോൾ ഒരു ബോട്ടിൽ താഴെ വീണ് പൊട്ടി. അത് തുടച്ചു കളഞ്ഞതാ. എത്ര കഴിയിട്ട് മണം പോയില്ല. ഞാൻ കരുതി നിനക്ക് ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഇന്നലെ ആ ഫോട്ടോ ഇട്ട് തന്ന വീടാണെങ്കിൽ പോണ്ട. അതെന്താ? അത്ര വലിയ വീടൊന്നും ശരിയാവില്ല. അതിനൊക്കെ ഭയങ്കര വാടകയാവില്ലേ? അല്ലെങ്കിലും ഞങ്ങൾക്ക് താമസിക്കാൻ എന്തിനാ അത്രയും വലിയ വീട്? ഒരു ചെറിയ വീട് മതി. അപ്പോൾ ഇതോ? ഇതിന് പക്ഷേ ചെറിയ വാടകയുള്ളൂ. വാടകയുടെ കാര്യമൊക്കെ വിട്, നിങ്ങൾക്ക് സേഫായി താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഒരു 3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. 3 മാസമോ? അപ്പം അത് കഴിഞ്ഞോ? അപ്പോഴേക്കും ഞങ്ങളുടെ വില്ലയുടെ പണി കഴിയില്ലേ? അതിലൊരു വില്ലയിൽ നിങ്ങൾക്കും താമസിക്കാം, ഒരു വാടകയും കൂടാതെ. തമാശ പറയല്ലേ? തമാശയല്ലടോ. വരുന്ന ഗസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഓഫീസ് കാര്യങ്ങൾക്കും എല്ലാം എന്തായാലും ഒരു സ്റ്റാഫ് വേണം. പാർട്ട്നറോട് നിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമുള്ള ആളാണെങ്കിൽ നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. എന്തോ എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചില സത്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എന്നാലും സത്യം സത്യമല്ലാതാവുന്നില്ലല്ലോ. എന്നാലും അത്ര വലിയ വീടൊന്നും വേണ്ട. എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി ചെറിയ വീട് നോക്കാം. അപ്പോഴേക്കും എനിക്കും സുഖമാവും. നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. അത് മതി. എന്നാൽ അങ്ങനെ ആവട്ടെ, ഞാൻ സൈറ്റിലോട്ട് പോട്ടെ. ശരി.
ഹലോ. ഹലോ ആൻസി, കിടന്നായിരുന്നോ? ഇല്ല. ഞാനിന്ന് നിന്റെ മോളെ കണ്ടായിരുന്നു. സുന്ദരിയാണല്ലോ. ഏ? നിന്റെ മോളൊരു സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞതാ. അത് പറയാനാണോ ഇപ്പോൾ വിളിച്ചത്? അല്ല, നാളെ നമുക്കൊരു വീടുണ്ട്, പോയി കണ്ടാലോ? അതിന് ലീനയ്ക്ക് ഇങ്ങനെ പനി കുറഞ്ഞോ? നീനെ വേണ്ട, നമുക്ക് രണ്ടാൾക്കും പോകാം. ഞാൻ കാർ എടുക്കാം, വർക്ക് സൈറ്റിലൊന്ന് പോയി വരാം. വർക്ക് സൈറ്റിലേക്കോ? അവിടേക്ക് എന്തിനാ ഞാൻ വരുന്നത്? വെറുതെ നിനക്കുള്ള വിലയൊന്നും കാണാമല്ലോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശോ? എന്ത് ഉദ്ദേശം? നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഞാനെന്ത് വിചാരിക്കാൻ? ആണും തുണിയില്ലാത്തൊരു പെണ്ണ്, നിനക്ക് താമസിക്കാൻ നല്ലൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പരിചയത്തിലുള്ളത് ഞാൻ അന്വേഷിച്ചു. ആ നല്ല മനസ്സിന് നന്ദി. ഇനി കൂടുതലൊന്നും വേണ്ട. ഇവിടെ അടുത്ത് വേറൊരു വീട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാളെ ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് നിനക്ക് എവിടെ നിന്നാണ് വീട് കിട്ടിയത്? ഞാൻ അതിനു വേണ്ടി 2-3 ദിവസം മെനക്കെടാതെ ഓടുകയായിരുന്നു. എനിക്ക് വേണ്ടി അങ്ങനെ കഷ്ടപ്പെടാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പരിചയത്തിൽ ഏതെങ്കിലും വീടുണ്ടെങ്കിലും ഒന്ന് പറയാനേ പറഞ്ഞുള്ളൂ. എൻ്റെ ആൻസി, നീ ഇങ്ങനെ ഒരു പൊട്ടിപ്പെണ്ണായിപ്പോയല്ലോ. എന്താ എന്തിനാ ചിരിക്കണേ? പിന്നെ ചിരിക്കാതെ. ഞാൻ നിന്നെയും കൂട്ടാതെ നിന്നെയും കൂട്ടി എൻ്റെ വർക്ക് സൈറ്റിലോ മറ്റെവിടെയും പോകുമെന്ന് നീ വിചാരിച്ചോ? നിന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ഇട്ടതല്ലേ. നീ കണ്ടുവച്ച വീട് നല്ലതാണെങ്കിൽ അത് തന്നെ എടുത്തോ. പിന്നെ ഞങ്ങൾ കൂടി വരണമെന്നുണ്ടെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരാം. സോറി, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇതുവരെയുള്ള എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. ഈ വീടിൻ്റെ കാര്യം നാളെ വൈകുന്നേരത്തോടെ അറിയാം. സാരമില്ല, എനിക്കെല്ലാം മനസ്സിലാകും. നിങ്ങളുടെ കല്യാണത്തിന് 3-4 വർഷം മുമ്പ് വരെ ഞാൻ ഹരിയും ചങ്കുളായിരുന്നു. ആ ഹരിയുടെ ഭാര്യയെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ കടമയല്ലേ. എന്നാൽ പിന്നെ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തിരക്കിട്ട് വാടകക്കാരെ ഒഴിവാക്കിയിട്ടും വലിയ ഗുണമൊന്നുമില്ല. എടുക്കാമെന്ന് പറഞ്ഞവർ അവരൊഴിവാക്കിപ്പോയി. അതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ മാറാൻ? എന്തോ സമയദോഷം എന്നല്ലാതെ എന്താ പറയുക. അപ്പോൾ എന്താ ചെയ്യാ? ഇനി നമ്മളായിട്ടൊന്നും ചെയ്യാനില്ല. അത് ബാങ്കുകാർ വേണ്ടത് ചെയ്തോളൂ. അപ്പോൾ പലിശ അടച്ചാൽ തൽക്കാലം നിൽക്കാന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ പലിശയിൽ അടയ്ക്കാൻ പറ്റിയാലല്ലേ. അടച്ചില്ലല്ലോ. ഞാൻ 2-3 വാതിൽ മുട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ചിലപ്പോൾ തുറക്കുമായിരിക്കും. വാതിലുകൾ എത്ര ഞാനും മുട്ടിയതാ. ചെറിയ തുകയാണോ? എനിക്ക് കിട്ടാനുള്ളതിൽ നിന്ന് കുറച്ചെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. എല്ലാവരും തരാന്ന് പറയുന്നുണ്ട്. നമ്മുടെ അത്യാവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ നമുക്കെന്തിനാ പണം? ഇനി ഏറിയ 3-4 ദിവസം, അത്രേ സമയമുള്ളൂ. കഴിഞ്ഞ ദിവസം ബാങ്ക് സെക്രട്ടറി എന്നെ വിളിച്ചിരുന്നു. ചേച്ചിക്കതറിയോ? ഇല്ല, ഇങ്ങനെ നാളുകൾ എണ്ണപ്പെട്ട വിവരം അവൾക്കറിയില്ല. എന്നാൽ ഞാൻ ഇങ്ങോട്ട് പോകാം. ആ മോഹനേട്ടാ, വീട് ഒരെണ്ണം ശരിയായിട്ടുണ്ട്. ഏറിയാൽ ഒരാഴ്ച, അതിനുള്ളിൽ മാറിത്തരാം കേട്ടോ. അത് പറയാനാ ഞാൻ വിളിച്ചത്. അൻസി, നിങ്ങളിപ്പോൾ മാറണ്ട. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഞങ്ങളൊരു യാത്ര പോവുക. ഞങ്ങളുടെ ആദ്യത്തെ സമ്പാദ്യമാണ് ആ വീട്. അതുകൊണ്ട് തന്നെ അത് പണയം വെച്ച് ലോണൊന്നും എടുത്തിട്ടില്ല. തൽക്കാലം നിങ്ങളവിടെ തന്നെ താമസിച്ചു. വാ, കയറിയിരിക്കേ. കുട്ടികൾ സ്കൂളിൽ പോയോ? ആ, അവർ പോയി. നീ എന്താ രാവിലെ വരണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടേ? പറയാം. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഇപ്പോൾ ഒന്നും വേണ്ട. നമുക്ക് ആ വീടൊന്ന് കാണാൻ പോയാലോ? നീയല്ലേ വീടൊന്നും വേണ്ട, വേറെ ഏതോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്? വീടല്ല, വില്ല. ഇപ്പോഴോ? ആ, ഇപ്പം പോയാലോ? ഇന്ന് വേണ്ട, അവിടെ പണിക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ പോകാനായിരുന്നോ പ്ലാൻ? അല്ല, അതല്ല. നാട്ടിൽ നിന്നുള്ള പണിക്കാരൊക്കെ അവിടെ ഉണ്ട്. അവർക്കൊക്കെ നിന്നെ അറിയാം. എന്നാ വേണ്ട. അല്ല, അതൊക്കെ പോട്ടെ. ഹരിയോട് നിങ്ങൾക്ക് എന്തിനായിരുന്നു പക? പകയോ? എനിക്കോ? അവനെൻ്റെ കൂടെപ്പിറപ്പിനെ പോലെയായിരുന്നു എനിക്ക്. അത് ഞങ്ങളുടെ കല്യാണത്തിനും വർഷങ്ങൾക്ക് മുൻപല്ലേ. പിന്നീട് എന്തു പറ്റി? ആവോ, എനിക്കറിയില്ല. അവനെന്നും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടാണോ നിങ്ങൾ അവനെ? ഞാനോ? ഞാനെന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? അത് നിങ്ങൾക്കല്ലേ അറിയോ? എനിക്കോ? വായി തോന്നി വിളിച്ചു പറഞ്ഞുണ്ടല്ലോ. പെണ്ണാണെന്ന് ഞാൻ നോക്കിയല്ല. മനസ്സിലായോ? അന്നാ ഗാനമേളയ്ക്കിടയിൽ പിന്നെ എന്താ സംഭവിച്ചത്? എനിക്കങ്ങനെ അറിയാം.
അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പാലക്കാടൻ സേവി എന്ന് പറയുന്ന നീയല്ലായിരുന്നോ? നീ ആരാ? CBI യോ? അതൊക്കെ വഴി അറിയാം. ഇപ്പൊ ഇത് പറ. വല്ലാതെ അങ്ങ് തിളക്കല്ലേ. അമ്പൽപ്പറമ്പിൽ അടിയുണ്ടാക്കി മാലയും പൊട്ടിച്ച് നാട് വിട്ട് അവനെ പറ്റി എനിക്കെന്നല്ല ആർക്കും ഒന്നും അറിയില്ല. ഓ, മാല പൊട്ടിച്ച കഥ ഇതുവരെ കേൾക്കാത്ത കഥയാണല്ലോ. എന്നാൽ അങ്ങനെ ഒരു കഥയുണ്ട്. ഗാനമേളയ്ക്ക് ശേഷം അവിടുന്ന് പോയ ഹരിയുടെ ബൈക്ക് എങ്ങനെ ഇരുമ്പ് പാലത്തിന്റെ അടിയിൽ വന്നു? അത് എന്നോടല്ല ചോദിക്കേണ്ടത്. പഴയ കൂട്ടുകാരൻ്റെ കുടുംബത്തെ സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവനിപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിൻ്റെ കത്തിക്ക് ഇരയായെന്ന് ആർക്കറിയാം? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊരുത്തൻ്റെ ആവില്ല, നിന്റെ. അങ്ങനെ പറ. രാവിലെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് വായിൽ തൊന്നൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഈ സേവിയെന്ന് നിനക്ക് അറിയില്ല. അന്ന് റോഡിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ മുതലേ ഞാൻ ഓർമ്മയിൽ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മുഖം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്ന്. പിന്നെ ഞാനതങ്ങ് വിട്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം നീ എൻ്റെ മോളെപ്പറ്റി പറഞ്ഞപ്പോൾ അതിലെന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. പണ്ടും പെൺകുട്ടികൾ നിന്റെ ബലഹീനതയായിരുന്നല്ലോ. അങ്ങനെയല്ലേ ഹരി നിന്റെ കൂട്ടൊഴിവാക്കിയത്. അന്ന് താടിയും മുടിയും നീട്ടി വളർത്തിയിരുന്ന നീ ഈ രൂപത്തിലേക്ക് മാറിയത് കൊണ്ട് തിരിച്ചറിയാൻ ഇത്തിരി വൈകി. അതേടി, അതേ സേവി തന്നെയാണ് ഞാൻ. ഇപ്പം നിന്നെയും നിന്റെ മക്കളെയും കൂടി ഇല്ലാതാക്കിയാലും ഒരു പട്ടി പോലും എന്നോട് ചോദിക്കാനില്ല. അതെനിക്കറിയാം. അതിനുള്ള അച്ചാരവും കൂടി വാങ്ങിയിട്ടാവും നിന്റെ ഈ വരവ്. അപ്പം നിനക്ക് അറിയാം എല്ലാം. അറിയാം. നിന്റെ പുറകിലുള്ള എല്ലാവരെയും എനിക്കറിയാം. അറിയാലോ, ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഏതോ പീറച്ചെറുക്കൻ്റെ പുറകെ ഇറങ്ങി പോകുമ്പോൾ സ്വന്തം വീട്ടുകാരെ കുറിച്ച് ഓർക്കണമായിരുന്നു. പണം പവറുള്ള അപ്പനെയും ആങ്ങളെയും ഒക്കെ ഉറപ്പിച്ചാൽ ഇതായിരിക്കും അനുഭവം. ഏതെങ്കിലും കുളത്തിലോ കൊക്കയിലോ ഒക്കെ ചെന്ന് വീഴും. അപ്പോൾ ഇവനെ പോലെ ബോഡി പോലും കിട്ടിയല്ല. പക്ഷേ ഇവന്റെ ബോഡി കിട്ടിയല്ലോ സേവി. അതെ, ഞാൻ തന്നെ, ഹരിനാരായണൻ. ചത്ത നിലയെ നിങ്ങളെന്നെ വലിച്ചെറിഞ്ഞിട്ടും ചത്തില്ലല്ലോ സേവി. ഓഹോ, അതിനി സമയമൊന്നും പോയിട്ടില്ല. സംശയമുണ്ടോ നിനക്ക്? The number you are trying to call. ജെയിംസ് ഏട്ടാ, റിയാസേ, നാളെയല്ലേ മോഹൻ്റെ ക്യാഷ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്? ക്യാഷ് ശരിയായിട്ടുണ്ട്, പക്ഷെ അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നിർമ്മലയെ വിളിച്ചു, രണ്ടാളും എടുക്കുന്നില്ല. ജെയിംസ് ഏട്ടാ, അത് പറയാൻ വേണ്ടിയിട്ടേ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പോയോ? എവിടെ?